നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ ഐഡിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഉറക്കം. കാരണം ഇന്ന് നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ പലരും ഉറക്കത്തെക്കാൾ ഇമ്പോർട്ടൻസ് പണം സമ്പാദിക്കലിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കലിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതവും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇതിനിടയിൽ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മൾ 7 കാര്യങ്ങളാണ് നമ്മൾ ഉറക്കം നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ഫിസിക്കൽ, എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ റിപ്പയർ ചെയ്യാനും ഈ ഹോർമോൺസ് ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ബാലൻസ് നിലനിർത്താനും പ്രതിരോധ ശക്തി കൂട്ടാനും അസുഖങ്ങൾ വരാതിരിക്കാനും ആരോഗ്യശക്തി ഉണ്ടാവാനും ഒക്കെ അത്യാവശ്യം ഉറക്കം വേണ്ട. അതായത് ഒരു 6 മുതൽ 7 മണിക്കൂർ വരെയുള്ള ഉറക്കം ഒരു അഡൾട്ടിന് വേണം. കുട്ടികൾക്കാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. പിന്നെ മെൻ്റൽ ഹെൽത്ത്, അതായത് നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, സ്ട്രെസ്സ് കൂടുക, ആങ്സൈറ്റി വരിക, ഡിപ്രഷൻ വരിക, അതേപോലെ നമ്മൾ മൂഡ് സ്വിങ്സ് വരിക, പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക. അപ്പോൾ ഇതെല്ലാം ഈ ഉറക്കക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. അത് സ്ഥിരമായി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹാബിറ്റായി മാറും, ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് മാറും. അത് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകും. ഡയബറ്റീസ് പോലുള്ള അനേകം മാരക രോഗങ്ങൾക്ക് നമ്മൾ അടിമയാകും. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഫങ്ഷന് ശരിയായ രീതിയിൽ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ്, നമ്മുടെ ഓർമ്മശക്തി, ഒരു കാര്യം നമ്മൾ വായിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഗ്രാസ്പിംഗ് പവർ, പ്രത്യേകിച്ചും കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും മെമ്മറിയിൽ സൂക്ഷിക്കാനും അതുപോലെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലാണെങ്കിലും ആ ഒരു കോഗ്നിറ്റീവ് പവർ കൂടുതൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉറക്കം കിട്ടണം. പിന്നെ അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ, അതായത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. അതായത് ആങ്കർ, ഇറിറ്റബിലിറ്റി, അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ നമുക്ക് ഒരു കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം വേണം. ആവശ്യമില്ലാതെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആ രീതികളൊക്കെ നമുക്ക് നല്ല ഉറക്കം കിട്ടിയാൽ അതെല്ലാം മാറും. അത് ആവശ്യമില്ലാത്ത പിന്നെ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കുക സഹായിക്കും. അതേപോലെ ഫിസിക്കൽ പെർഫോമൻസ്, നമ്മളുടെ എക്സസൈസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എക്സസൈസുകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, മസിൽ സ്ട്രെങ്ത്, കോർഡിനേഷൻ, ഇതെല്ലാം ഉറക്കം നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഇപ്പോൾ മസിൽസൊക്കെ നമ്മളിപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീലാവും, ശരിയായ രീതിയിലുള്ള ഉറക്കം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുക കാര്യങ്ങളൊക്കെ, മിക്ക ആക്സിഡൻസും വരുന്നത് നമ്മൾ ആ ഡ്രൗസിനെസ് കൊണ്ടാണ്. ശരിയായി നമുക്ക് കോർഡിനേഷൻ കിട്ടത്തില്ല, നമുക്ക് ആ ഡിസ്റ്റൻസ് ടൈമൊന്നും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സേഫ്റ്റി ബാധിക്കും. ഇപ്പോൾ ഇപ്പോൾ ഈ മെഷീനറിയൊക്കെ ഉപയോഗിക്കുന്ന ഇടത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നാച്ചുറലി ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടങ്ങളുണ്ടാക്കും. വീട്ടിലാണെങ്കിൽ പോലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഇപ്പം മൂർച്ചയുള്ള സാധനങ്ങൾ കൈകാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഈവൻ പ്രഷർ കുക്കർ അല്ലെങ്കിൽ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള ക്ലംസിനെസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ വീട്ടിലാണെങ്കിൽ പോലും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ഒരുപാട് റിസർച്ച് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് 7ാമത്തേത്, ലോഞ്ചിവിറ്റി. അതായത് നമ്മളുടെ ആയുസ് കൂടും. ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉറക്കം കുറച്ച് കിട്ടുന്നവർ അല്ലെങ്കിൽ ഉറക്കം വരാത്തവർക്ക് വേണ്ടിയിട്ടൊരു 5 ടിപ്സ് ഞാൻ പറയാം. ഈ 5 ടിപ്സ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലി 90% ആൾക്കാർക്കും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. സ്ലീപ്പ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുക. അതുപോലെ കിടക്കുന്നത് 10 മണിയാണെങ്കിൽ 10 മണിക്ക് തന്നെ കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒരു ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത്, ഒരു സർക്കേഡിയൻ റിതം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു അലാറം വയ്ക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ ഒരു അലവസര ക്ഷീണമൊന്നും വരത്തില്ല. അപ്പോൾ അതൊരു 21 ഡേയ്സ് നമുക്കതിന് ടൈം എടുക്കും എന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, ബോഡിയിലൊന്ന് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ടൈമിൽ എണീക്കുകയും അതേസമയം ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു 7 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും.
പിന്നെ അതേപോലെ ഒരു എൻവയോൺമെൻറ്റ് വേണം. നമ്മളിപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ ആ ബെഡ്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. ബെഡ്റൂമിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ക്ലട്ടറൊന്നും ഇടുക, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിൽ നിന്ന് അവിടെ നിന്ന് മാറ്റുക. തുണിയൊക്കെ അവിടെ ഒരിക്കലും ഇങ്ങനെ വാരി പിടിച്ചിടാൻ പാടില്ല. ബെഡ്ഷീറ്റൊക്കെ നീറ്റായിരിക്കണം, ഒരു ചുളിവ് പോലും കാണാൻ പാടില്ല, വൃത്തിയുള്ളതായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്ത് നല്ല സ്മെൽ, നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കണം ബെഡ്റൂമിൽ. എന്ന് പറഞ്ഞ് ഒരുപാട് പെർഫ്യൂം അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ, ലൈറ്റുകൾ, അനാവശ്യമായ ഡെക്കറേഷൻസ്, ഇതൊന്നും ബെഡ്റൂമിൽ ആവശ്യമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഒരു ഫീലിംഗ് നമുക്ക് അതിനകത്ത് കയറിയാലുണ്ടാവും. ബെഡ്റൂം നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമേ വരും, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യരുത്. അപ്പോൾ വർക്ക് ചെയ്യാൻ നമ്മൾ വേറെ റൂംസിൽ വർക്ക് ചെയ്യാം. നമ്മൾ പിന്നെ ഹാളിലോ വിസിറ്റേഴ്സിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം. പക്ഷെ ഒരിക്കലും ബെഡ്റൂമിലിരുന്ന് ലാപ്ടോപ്പ് കടന്നുകൊണ്ട് ലാപ്ടോപ്പ് നോക്കുന്ന ശീലം, വായിക്കുന്ന ശീലം ഒഴിവാക്കും. അത് പിന്നീട് വലിയ ദോഷങ്ങൾക്ക് കാരണം. പിന്നെ മൂന്നാമത് തന്നെ നമ്മൾ ഒരു നമ്മൾ ഒരു റുട്ടീൻ, നമ്മൾ ആ ഉറങ്ങുന്ന സമയത്തേക്ക് നമ്മുടെ റുട്ടീനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. അതായത് ഇപ്പോൾ 10 മണിക്കാണ് ഉറങ്ങുന്നത്, ഒരു 9 മണിക്ക് തന്നെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ജോലികളെല്ലാം ഒഴിവാക്കി നമ്മളൊരു കസേരയിൽ ഇരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയോ, ഒരു നല്ല മനസ്സിന് കാമായിട്ടുള്ള മ്യൂസിക് കേൾക്കുകയോ, ലൈറ്റൊക്കെ ബ്രൈറ്റ് ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ചൊന്ന് നമ്മൾ ഉറങ്ങാനുള്ളൊരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. മനസ്സിലായി? അതുപോലെ വഴക്കും ആവശ്യമില്ലാത്ത സംസാരങ്ങളും അതെല്ലാം കൂടെ സൈലൻ്റ് ആവും. 1 മണിക്കൂർ മുമ്പൊന്ന് സൈലൻ്റ് ആവും. അതേപോലെ തന്നെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്ക്രീൻസ് എല്ലാം 1 മണിക്കൂർ മുമ്പേ കംപ്ലീറ്റ് ഷട്ട് ചെയ്യുക. മൊബൈല്, അതുപോലെ ലാപ്ടോപ്പ്, TV, ഇങ്ങനെയുള്ള എല്ലാം 1 മണിക്കൂർ മുമ്പ് ഷട്ട് ചെയ്യുക. 9 മണിക്ക് നിർത്തുക. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ ആ മൈൻഡും ആ എൻവയോൺമെൻറ്റും എല്ലാം നമ്മളെ ഉറക്കത്തിലേക്ക് നീക്കും. പിന്നെ വേറെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് വളരെ പ്രധാനമാണ്. കാരണം ഡയറ്റ് ഒരു 6 മണിക്ക് ശേഷം നമ്മൾ മീൽസ് ഒന്നും കഴിക്കാതിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. കൊഫൈന് അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഇൻടോക്സിക്കൻസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പം 6 മണിക്ക് മുമ്പ് വേണമെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കോ, ടീയോ, ബ്ലാക്ക് ടീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീൻ ടീയോ ഒക്കെ കഴിക്കാം. ഉച്ചയ്ക്കും രാവിലെയും നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഇങ്ങനൊരു ഡയറ്റും അതോടൊപ്പം ഒരു എക്സസൈസ്. അപ്പോൾ ഡെയിലി രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റ് ഒരു 20 മിനിറ്റ് ഒരു എക്സസൈസ് ഡെയിലി ചെയ്യുക. സിമ്പിൾ വാമപ്പ് മതി. ഇത് ഡെയിലി ചെയ്യുകയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക. ഡെഫിനറ്റ്ലി ഈ ഉറക്കം ഇല്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന 90% ആൾക്കാർക്കും നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നതാണെങ്കിൽ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. പിന്നെ സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.